ഇപ്പം ഞാനൊരു അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ ജോണി പറയുന്ന അഭിപ്രായത്തോട് ഒരു എതിരഭിപ്രായം പറഞ്ഞാൽ ജോണിക്ക് എന്നോട് വിരോധം തോന്നും. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം മൂടി വെച്ചിട്ട് ഞാൻ ജോണിയുടെ അഭിപ്രായത്തിന് അതെ അതെ എന്ന് പറയാം. അതല്ല, അങ്ങനെയല്ല ജോണി, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അഭിപ്രായവും പറയാം. അപ്പോൾ നമ്മൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പോലും ജോണിക്ക് എന്നെപ്പറ്റി ഒരു അഭിപ്രായം വരും. അയാൾ സ്വന്തമായിട്ട് നിലപാടുള്ള ആളാണ്. അല്ലാതെ ഞാൻ പറയുന്നതിനല്ല അതെ അതെ പറയുന്ന ഒരാളല്ല. അയാൾക്കും അയാളുടേതായ ഒരു അഭിപ്രായമുണ്ട്, കാര്യങ്ങളെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട്. അയാൾ പറയുന്നതിന് അയാളുടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. എന്നെപ്പറ്റി അങ്ങനെ ആളുകൾ പറയുന്നതിനോടാണ് എനിക്ക് താല്പര്യം. നിങ്ങൾ ഞാനിപ്പോൾ മുമ്പത്തെ ജോലി ഉണ്ടായില്ലോ, അതിന് വലിയ പറഞ്ഞ ആദ്യം തന്നെ ഒന്ന് തന്നെ പാവയ്ക്ക് ഞാൻ വീടിന് പറഞ്ഞതാണ്. അതായത് ഒട്ടുമിക്ക പേരും ഇപ്പം ഈ സോഷ്യൽ മീഡിയ ട്രെൻഡിന് പുറത്തെ പോകുന്നവരാണ്. ഈ സോഷ്യൽ മീഡിയ ട്രെൻഡിന് പുറത്തെ പോകുമ്പോൾ നമ്മുടെ അഭിപ്രായവും നിലവാരവും അവിടെ വിലയിരുത്തണമെന്ന് ആയെന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. അപ്പോൾ അവിടെ നിങ്ങൾ പോയി കുഞ്ഞുമ്മ വന്നു, നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു 3 വർഷം ആ ഒരു കുഞ്ഞുമ്മ വമ്മൻ ഹിറ്റായിരിക്കും. അതായത് എല്ലാം ആ കുഞ്ഞുമ്മ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും, ഞാനെങ്ങാനും അങ്ങനെ ഈ ഒരു കുഞ്ഞുമ്മ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരെന്ന് വിചാരിക്കും. എന്നെ കണ്ടവയും ആവുമോ? വേണ്ട, ഞാൻ കുഞ്ഞുമ്മ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേക്കാം. അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോയി അവിടെ നിങ്ങളുടെ ചായക്കവയിൽ പോയി. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും മാറ്റി വെച്ച് എത്ര കാലം അങ്ങനെ പോകും. നമ്മൾ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ട് നമ്മൾ പോകുന്നവരാണെങ്കിൽ പോട്ടെ. എന്നാലും നമ്മുടെ ആ ഒരു അഭിപ്രായത്തിന് മാറ്റമൊന്നും വന്നിട്ട് അതൊരു വീക്ക് ചായക്കവിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയുക. അപ്പോൾ റോങ് ചായക്കവ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സ്വന്തമായിട്ടൊരു അഭിപ്രായവും സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാടും നിലവാരമുള്ള ആളായിരിക്കണം. അത് ആർക്കു വേണ്ടിയും നിങ്ങളത് മാറ്റി വെക്കരുത്.